ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് സുബഹിസ്കാരൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട്. ഇന്ന് സ്കൂളുള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഉണ്ടാക്കുന്നത് പാലട അപ്പവും അതുപോലെ തന്നെ ചിക്കൻ കുറുമയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കുക. അപ്പോഴേ ഞാൻ പുതിയ വീഡിയോസൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതാ ആദ്യം കുറുമ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറുമയുടെ റെസിപ്പിയായിട്ട് ഞാൻ എടുത്തിട്ടില്ല, കാരണം ഞാൻ ഇതിന് മുമ്പൊക്കെ ചിക്കൻ കുറുമയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും. അപ്പോൾ ഞാൻ ആദ്യം സവാളയും അതുപോലെ തന്നെ തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റൊക്കെ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുത്തു. മസാലപ്പൊടികൾ എന്ന് പറയുമ്പോൾ ഒരു ഏകദേശം 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ താഴെയായിട്ട് മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും, അത്രയും മസാലപ്പൊടികൾ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് ചിക്കനും ഉരുളക്കിഴങ്ങും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കുമ്പോൾ അതിൽ ഒരു 2-3 പച്ചമുളകും കൂടെ ഇട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. എന്നിട്ട് നമ്മൾ അത് ഏകദേശം 2-3 വിസിലടുപ്പിക്കുക കുക്കറിൽ. അപ്പോൾ അത് ഞാൻ അടുപ്പത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാലടാപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ അരി ഒന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിൽ ഏകദേശം 1.5 കപ്പ് നമ്മുടെ നെയ്ച്ചോറിൻ്റെ അരിയില്ലേ, അത് ഞാൻ ഏകദേശം ഓവർനൈറ്റ് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓവർനൈറ്റ് ഒന്നും കുതിരാനായിട്ട് വെക്കണമെന്നില്ല കേട്ടോ, 2-3 മണിക്കൂർ കുതിർത്താലും മതി. എന്നിട്ട് അതിലേക്ക് അരിയുടെ അതേ അളവിൽ തന്നെ തേങ്ങ ഇട്ട് കൊടുക്കുക. അരിയുടെ അതേ അളവിൽ തേങ്ങ ഇട്ട് കൊടുക്കണേ. പിന്നെ അതുപോലെ തന്നെ ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ആദ്യം ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കണ്ട, പക്ഷേ ഇത് നന്നായിട്ട് ലൂസാക്കണം. അത് നമുക്ക് പിന്നീട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ആദ്യം ഞാൻ ഇതൊന്ന് അരയാനായിട്ട് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഞാൻ 2 ബാച്ചായിട്ടായിരുന്നു ഞാൻ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അരച്ചെടുത്തതിന് ശേഷം ഞാൻ പിന്നെയും വെള്ളം ഒഴിച്ചു കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അരച്ചിട്ട് ഒരു അരിപ്പ വെച്ചിട്ട് അതിലൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് അത്യാവശ്യം ഈ ഒരു ലൂസായതിന് ശേഷം വേണം നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഏകദേശം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പാൻ അടുപ്പത്ത് വയ്ക്കുമ്പോൾ ചൂട് ഏറിപ്പോവരുത്, ഒരു പാക ചൂടിലാക്കിയാൽ മതി. എന്നിട്ട് ഇതുപോലെ ഒരു തവി മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരുപാട് സമയം വേണ്ടേ, പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. നമുക്കിനി ഇത് പാനിൽ നിന്ന് മാറ്റി കൊടുക്കുക. കണ്ടോ, നമുക്ക് പെട്ടെന്ന് തന്നെ പാനിലെടുത്താലും കിട്ടും. നല്ല പേപ്പർ പോലെ ഉണ്ടാവും കേട്ടോ, നല്ല നൈസായിട്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ചുട്ടെടുത്തു. അപ്പോഴേക്കും പിന്നെ നമ്മുടെ കറിയിലൊക്കെ ഒന്ന് തേങ്ങ അരച്ചിട്ട് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോഴേക്കും പിന്നെ ഷീനുവിനും അച്ചുവിനും ഫിദുവിനൊക്കെ പോകാനായി. അവരൊക്കെ ഭക്ഷണം കഴിച്ചൊക്കെ പോയിട്ടോ. പിന്നെ ഇനിയിപ്പോൾ ഞാൻ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷമാണ് വീഡിയോ ഒക്കെ എടുക്കാൻ തുടങ്ങിയത്. മുറ്റടിച്ചിട്ട് ആദ്യം വന്നു. ഇനിയിപ്പോൾ അതിന് ശേഷം അകൊക്കെ ഒന്ന് അടിച്ചു വാരുകയാണ് കേട്ടോ. ഇന്ന് അനീഫ്ക പോയിട്ടില്ല, ഇവിടെ ഉണ്ട്. പിന്നെ ഇന്ന് നിധുവിനും ക്ലാസ്സില്ല, അവന് സ്റ്റഡി ലീവ് ആണ് കേട്ടോ. ഇപ്പോൾ 15-ാം തീയതി മുതൽ ഇൻഷാല്ലാ അവന് മോഡൽ എക്സാം തുടങ്ങുകയാണ് +2-ൻ്റെ. അപ്പോൾ അതിനുള്ള സ്റ്റഡി ലീവാണ്. അങ്ങനെ ഞാൻ ഒന്ന് അടിച്ചു വാരിയതിന് ശേഷമാണ് കേട്ടോ ബെഡ് നന്നാക്കിയത്. എന്നും ഞാൻ അടിച്ചു വാരാൻ മുമ്പ് ബെഡൊക്കെ ഒന്ന് കൊട്ടി വിരിച്ചിട്ടാണ് കേട്ടോ അടിച്ചു വരാൻ നിൽക്കൽ. ഇന്നെന്തേ നിധുവറ്റ് ഇവിടെ കിടക്കുന്നുണ്ടായിരുന്നു ഞാൻ അടിച്ചു വരുന്ന സമയത്ത്. അപ്പോൾ പിന്നെ എനിക്ക് മടക്കാൻ പറ്റിയില്ല. ഇപ്പോൾ ഞാൻ അടിച്ചു വാരിയൊക്കെ വന്നതിന് ശേഷം അപ്പോഴേക്കും അവനൊക്കെ എണീറ്റ് പോയി. അപ്പോൾ പിന്നെ ഞാൻ ഇനിയിപ്പോൾ ബെഡൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ടാണ്. നമുക്ക് എത്ര ചെറിയ വീടായാലും നമുക്ക് നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ മക്കളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴൊന്നും ക്ലീൻ ആയിട്ടിരിക്കില്ല. എന്നാലും അവരൊക്കെ ഒന്ന് ക്ലാസ്സിൽ പോയതിൻ്റെ ശേഷം ഞാൻ അങ്ങനെ ഇട്ട് ചെയ്യാം. അവർ ക്ലാസ്സിൽ പോയതിൻ്റെ ശേഷമാണ് ഒക്കെ ഒന്ന് വൃത്തിയാക്കിയിടുക. എന്തായാലും അവരുടെ ബാഗും അവരുടെ സ്കൂളിലെ സാധനങ്ങളെല്ലാം നിരത്തിയിട്ടിട്ടുണ്ടാവും. പക്ഷേ ഇനി അവർ സ്കൂൾ ഒഴിവുള്ള ദിവസം അവർ രണ്ടാളും തന്നെ ഒക്കെ ഒതുക്കി വെക്കും കേട്ടോ. ഷീനു അച്ചു തന്നെ ഒക്കെ ഒതുക്കി വെക്കും അവരുടെ കാര്യങ്ങളൊക്കെ. പക്ഷേ സ്കൂളിലെ ദിവസം അവരെ പറയാൻ പറ്റില്ല, കാരണം ഇപ്പോൾ പ്രത്യേകിച്ചും എക്സാമിൻ്റെ ഒരു തിരക്കും കൂടെ ആയതുകൊണ്ട് രാത്രി നന്നായിട്ട് പഠിക്കാനുണ്ടാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് ടൈം ടേബിളൊക്കെ നോക്കി വെച്ചിട്ട് പിന്നെ ബാക്കിയുള്ള ബുക്സൊന്നും റെഡിയാക്കി വെക്കാൻ അവർക്ക് ടൈം ഉണ്ടാവില്ല. പിന്നെ നേരത്തെ കിടത്തും ചെയ്യും, കാരണം രാവിലെ നേരത്തെ എണീറ്റ് മദ്രസയിലും സ്കൂളിലൊക്കെ പോകാനുള്ളതല്ലേ. അപ്പോൾ പിന്നെ അവർ പോയതിൻ്റെ ശേഷം ഞാൻ ബാക്കി എല്ലാ ക്ലീനിങ്ങിനും വേണ്ടിയിട്ട് നിൽക്കും. പിന്നെ അവർ പോവുകയും എനിക്ക് അവരെ റെഡിയാക്കാൻ തന്നെ ടൈം ഉണ്ടാവുള്ളൂ കേട്ടോ, വേറെ ക്ലീനിങ്ങിനൊന്നും ടൈം ഉണ്ടാവില്ല. പിന്നെ അവരൊക്കെ പോയി കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ ആദ്യം അടിച്ചുവാരൽ ഞാൻ തീർത്തിട്ടുണ്ടായിരുന്നു.
പിന്നെ അതുപോലെ അടുക്കള വരെ ഒന്ന് തുടച്ചും വെച്ചു കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഉച്ചയ്ക്ക് ഒരു ചിക്കൻ വരട്ട് പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ നെയ്ച്ചോറ് ഇതാ അപ്പുറത്തെ കുക്കറിൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ നെയ്ച്ചോറും അതുപോലെ തന്നെ ഇതാ ചിക്കൻ ഇതുപോലെ വരട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. മക്കളൊക്കെ സ്കൂളിൽ വരുമ്പോഴേക്ക് റെഡിയാക്കി വെച്ചാൽ അവർക്കത് മതിയാവും. പിന്നെ ഉച്ചയ്ക്ക് ഞാനും ഇത് ഫുഡ് കഴിക്കേണ്ടാവുള്ളൂ. മറ്റെല്ലാവരും ക്ലാസ്സിൽ പോയി. അനീഫ്ക്കായും ഇവിടെ ഇല്ല കേട്ടോ, പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ വൈകുന്നേരമായിരിക്കും വരിക. അപ്പോൾ ഇതാ ചിക്കനിലേക്ക് ആദ്യം നമുക്കൊരു മസാല റെഡിയാക്കി എടുക്കണം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഏകദേശം 1 ടേബിൾ സ്പൂൺ നല്ല ജീരകം, 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അത് കുറച്ചൊന്ന് വറുത്തതിന് ശേഷം വേണം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മുഴുവനായിട്ടുള്ള മല്ലി, കുരുമുളക്, അതുപോലെ തന്നെ വറ്റൽമുളകൊക്കെ ഉണ്ടെങ്കിൽ അത് ഇതിൻ്റെ കൂടെ തന്നെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ അതൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതൊക്കെ പൊടികളാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊന്ന് ജീരകങ്ങളൊക്കെ ഒന്ന് വറവായതിന് ശേഷം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഏകദേശം 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഇട്ടിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 3/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കണേ, പൊടികൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. എന്നിട്ട് ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫ്ലെയിം ഓഫാക്കിയിട്ട് കുറച്ച് സമയം കൂടെ വറക്കുക കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ചട്ടിയുടെ ചൂടുകൊണ്ട് പൊടികളൊക്കെ കരിഞ്ഞു പോകും. കരിഞ്ഞു പോയാൽ ടേസ്റ്റ് തന്നെ വ്യത്യാസമാവും കേട്ടോ. അങ്ങനെ ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷം ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണേ, ഒരുപാട് അങ്ങോട്ട് പൊടിയണ്ട. ഈ മസാലക്കൂട്ടാണ് കേട്ടോ ഈ ചിക്കൻ്റെ ഒരു പ്രത്യേകത. നല്ല ടേസ്റ്റാണ്. നമുക്ക് ഒരുവിധം എല്ലാത്തിലേക്കും കോംബോ ആയിട്ട് വരും കേട്ടോ. അത് പത്തിരി, ചപ്പാത്തി, അതുപോലെ തന്നെ വെള്ളപ്പം, നെയ്ച്ചോറിനേക്കൊക്കെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ചിക്കനാണ്. അപ്പോൾ ഞാൻ 1 കിലോ ചിക്കൻ നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ വരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ മസാല ഇല്ലേ അത് ഇതിലേക്ക് മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണേ. ഇതിപ്പോൾ നന്നായിട്ട് കുഴച്ചതിന് ശേഷം ഏകദേശം ടൈം ഉണ്ടെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുക. ഇനിയിപ്പോൾ ടൈമില്ലാന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഇപ്പോൾ തന്നെ ചെയ്തെടുത്താലും പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചാൽ ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ ഞാൻ ഒരു അരമണിക്കൂറിന് ശേഷമാണ് കേട്ടോ ഇനിയിപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഞാൻ അതിൻ്റെ ഇടയിൽ എനിക്ക് അലക്കിയത് കുറച്ച് ചിക്കാനുണ്ടായിരുന്നു, അതിന് പോയി. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനായിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകിയെടുത്തു. അങ്ങനെ കേട്ടോ ചെയ്യുക. അതിപ്പോൾ അപ്പോൾ ആയ പാത്രങ്ങൾ ഞാൻ ആ സമയത്ത് തന്നെ ഒന്ന് കഴുകി വയ്ക്കും. എന്നാൽ നമുക്ക് വലിയൊരു ഭാരം ഉണ്ടാവില്ല കേട്ടോ. ഒന്നായിട്ട് കൂട്ടി വെച്ചാൽ പിന്നെ നമുക്ക് ഈ പണികളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പാത്രം കഴുകാനായിട്ട് നിൽക്കേണ്ടി വരും. ഇപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഇതിൻ്റെ കൂടെ തന്നെ പാത്രം കഴുകലും അതുപോലെ തന്നെ ഇങ്ങനെ എന്തെങ്കിലും കുക്ക് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ അത് അടുപ്പത്ത് വെച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നിൽക്കും. അപ്പോൾ നമ്മുടെ പണികൾ എല്ലാം ഒരുമിച്ച് കഴിയും കേട്ടോ. അങ്ങനെ ഇനിയിപ്പോൾ നമ്മുടെ ചിക്കൻ ഏകദേശം അരമണിക്കൂറിന് ശേഷം ഞാൻ അടിക്കട്ടിയുള്ളൊരു പാത്രം എടുക്കുക. ഞാനെടുത്തത് എൻ്റെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ്. അതിലേക്ക് ഏകദേശം 1.5 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ആദ്യം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ചിക്കൻ്റെ വേറൊരു പ്രത്യേകത തേങ്ങാപ്പാലിലാണ് ഇത് വേവിച്ചെടുക്കുന്നത്, അല്ലാതെ വെളിച്ചെണ്ണയിലോ ഓയിലോ ഒന്നല്ലേ. അപ്പോൾ തേങ്ങാപ്പാൽ വെച്ചതിന് ശേഷം അതിലേക്ക് ഏകദേശം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. ആ സമയം ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല കേട്ടോ. എന്നിട്ട് നമ്മുടെ ചിക്കനും കൂടെ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓൺ ആക്കുക കേട്ടോ. ഒന്ന് അടച്ചു വെക്കും കൂടെ ചെയ്യുക. ആദ്യം അടച്ചു വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു 5 മിനിറ്റ് വെക്കുക. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ വെച്ചതിന് ശേഷം അവിടെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ജസ്റ്റ് തുടച്ചിട്ട് ഇനിയിപ്പം വർക്ക് ഏരിയയും കൂടെ ഒന്ന് തുടച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ തുടക്കൽ അങ്ങോട്ട് കഴിയും കേട്ടോ. ഇനിയിപ്പം ചിക്കൻ മാത്രം അടുപ്പത്തുനിന്ന് റെഡിയാക്കിയാൽ മതിയല്ലോ. അങ്ങനെ നമ്മുടെ ചിക്കൻ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുക കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇടയ്ക്ക് തുറന്നിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കണേ. അപ്പോൾ ആ മസാലയൊക്കെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് ആവുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഈ തേങ്ങാപ്പാലിൽ കിടന്നിട്ട് വേണം ചിക്കൻ നന്നായിട്ട് വേവാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പം തിളച്ചതിന് ശേഷം ഒരു മീഡിയത്തിലേക്ക് കുറച്ച് വയ്ക്കുക. എന്നിട്ടത് അവിടെ നിൽക്കട്ടെ. അങ്ങനെ ഇനിയിപ്പോൾ നമുക്ക് ചിക്കൻ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പാകമായ സമയത്ത് ഞാൻ ഏകദേശം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത്രയും മതി. അപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതൊരു പാകം കേട്ടോ. ഈ ഒരു പാകത്തിൽ ഈ ഒരു ഗ്രേവിയിലെടുത്താലും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞാനിങ്ങനെയല്ല, ഞാനൊന്നും കൂടെ ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്.
ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കുക. വെന്ത് കുഴഞ്ഞ് പോകുന്നില്ല കേട്ടോ. ഇപ്പോൾ ഞാൻ തീ കുറച്ചും കൂടെ ഒന്ന് കൂട്ടി കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ പോലെ ആക്കിയെടുക്കണം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇനി അടച്ചു വെക്കേണ്ട കേട്ടോ. ഞാൻ ഇത്രയും ആക്കിയെടുക്കുന്നേ ഉള്ളൂ. വേണമെങ്കിൽ കുറച്ച് സമയം കൂടെ ഇങ്ങനെ തന്നെ വെച്ചാൽ നല്ല ഫ്രൈ ആയി കിട്ടും. പക്ഷേ വേണ്ട, നമുക്ക് നെയ്ച്ചോറിലേക്കൊക്കെ ആകുമ്പം കഴിക്കാൻ ഈ ഒരു പാകമാണ് നല്ലത്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മളെ ക്ലീനിങ് ഒക്കെ ഇതിൻ്റെ ഇടയിൽ കഴിഞ്ഞതുകൊണ്ട് തന്നെ നമ്മുടെ പണികളൊക്കെ തീർന്നു. ഇനിയിപ്പോൾ കുളി നിസ്കാരം കഴിഞ്ഞ് ഫുഡ് കഴിക്കണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം മക്കളൊക്കെ വന്നു, അവർക്ക് ഫുഡൊക്കെ കൊടുത്തു. ഇനിയിപ്പോൾ ഇന്നൊന്നും ചെടികളൊക്കെ നനയ്ക്കാനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെടികൾ നനയ്ക്കാൻ വേണ്ടിയിട്ട് ക്യാമറ എടുത്തപ്പോഴേക്ക് ചാർജ് തീർന്നു പോയിട്ട് അതുകൊണ്ട് ഒരുപാടൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.